എന്ത് പറ്റിയേട്ടാ? ബ്രേക്ക് അടിച്ചു. എന്ത് പറ്റിടാ? ബ്രേക്ക് അടിക്കുന്നു. ആ നീ കടിയൊക്കെ മാറ്റിട്ടങ്ങ് വന്നാ മതി. ഓടറാ ഓടറാ. കുരുത്തം കെട്ടവനെ, ഈ സൈക്കിളൊക്കെ കുറയ്ക്കണമെന്ന് എന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. ഇനി പറഞ്ഞ അനുസരിക്കാവോ? വിടത്തില്ല നിന്നെ ഞാൻ. കുരുത്തം കെട്ടവനെ എങ്ങനെ ഉണ്ടോ എന്നെ ഒന്ന് വിടാൻ പറ മുത്തശ്ശ. അയ്യോ അടിച്ചു തന്നെ. അതിന് അവന്റെ കുഴപ്പം കൊണ്ടൊന്നും അല്ലല്ലോ സൈക്കിൾ മറിഞ്ഞത്. നീ ഇതൊരുമാതിരി ശങ്കുവിന്റെ സൈക്കിളാണ് ഇക്കുറി കയറിയത്. ഞാൻ മേടിച്ചല്ല, ജീപ്പ് മുട്ടിയ സൈക്കിൾ പറഞ്ഞത്. അതൊക്കെ പോട്ടെ, ആ ജീപ്പ് നിങ്ങൾ കണ്ടതല്ലേ? ആ ജീപ്പിന്റെ മുന്നിലാണ് ഞങ്ങൾ സൈക്കിൾ കൊണ്ടുപോയി വെച്ചത്. ജീപ്പിന്റെ നിറം എന്തായിരുന്നു? ആഷ് കളർ. ജീപ്പിൽ എത്ര പേരുണ്ടായിരുന്നു? 2 ആള്. അവരെ ഇനി എപ്പോഴെങ്കിലും കണ്ടാ തിരിച്ചറിയുമോ? ഇല്ല. ജീപ്പിന്റെ നമ്പർ ആരെങ്കിലും ശ്രദ്ധിച്ചോ? ഇല്ല. ഡാനിക്ക് ചിലപ്പോ അറിയാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ നീ ആ മിടുക്കൻ. സൈക്കിളിൽ നിന്ന് തല്ലി അലച്ച് വീഴുന്നിടയ്ക്ക് ജീപ്പിന്റെ നമ്പർ നോക്കാനല്ലേ നേരം? എടാ നീ ഇനി പറഞ്ഞത് അടി കൊള്ളു നീ. അതെ അതെ, അവൻ എന്നോടല്ലേ പറഞ്ഞത്. നിങ്ങളുടെയൊക്കെ മട്ടും മധുരം കണ്ട കിരീടം മുട്ടിച്ചോണ്ട് പോയത് ഈ പിള്ളേരാണെന്ന് തോന്നുമല്ലോ. നിങ്ങൾ പോയി കളിച്ചോടാ മക്കളെ. ഇവരിങ്ങനെയൊക്കെ പറയും. പാവങ്ങൾ, അവരെന്ത് വിളിച്ചു? വേണ്ട വേണ്ട, നിനക്ക് ഇന്നിന് കളിയില്ല. ചട്ടുകാലും വെച്ചോണ്ടാ കളിക്കാൻ പോണു. വീട്ടിൽ പോടാ. പെൻഷൻ പറ്റാൻ ഇനി 2 മാസം കൂടെ ഉള്ളൂ. അതിനിടയിൽ ഒരു കിരീടമോഷണം. അച്ഛാ, അച്ഛൻ എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ആ കേസിന്റെ ഫയലൊക്കെ എടുത്ത് എന്റെ ഇത്താ. ഒരാഴ്ച കൊണ്ട് കള്ളന്മാരെ തൂക്കിയെടുത്ത് ഞാൻ കൈത്തരാം. അച്ഛന് മാനമായിട്ട് പെൻഷൻ പറ്റുകയും ചെയ്യാം, അല്ലേ? അല്ല, അത് പിന്നെ വിശ്വാസം ഉണ്ടോ? ഉള്ളത് പറഞ്ഞാൽ വിരോധം തോന്നുവോ? ഇല്ല. എന്നാലേ ഇക്കാര്യത്തില് എനിക്ക് നിന്നെ വിശ്വാസമില്ല. മുമ്പ് കിടന്ന് ഉറങ്ങാം. ഡാനി, നിന്നെ ഇനി എവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ ദേ ഈ കമ്പ് മുറി വിടണം. എന്നെങ്കിലും ഞാൻ എന്നെ കൂടെ കൊണ്ടുപോയിട്ടുണ്ടോ? അന്ന് എന്തെങ്കിലും ഒരു പുഴുവാലുണ്ടാവും. തല്ല് വരുമ്പോ അത് എനിക്കിട്ട് പിരിക്കും. എന്നാലോ കിരീടം മോഷ്ടിച്ചതാരായിരിക്കും? ആ ജീപ്പിന്റെ നമ്പർ ഒന്ന് നോട്ട് ചെയ്യാൻ നമുക്ക് തോന്നിയില്ലല്ലോ. നീ ആയിരുന്നോ പോലീസോ? എടാ മണ്ട, നമ്മുടെ മിടുക്കൊള്ള കള്ളനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ അതൊരു ത്രില്ലല്ലേ? കേൾക്കുമ്പോ തന്നെ ഒരു രസമല്ലേ? ആ, കേൾക്കുമ്പോ നല്ല രസാ. ഇനിയിപ്പോ കളർ വെച്ച് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാ എല്ലാ ജീപ്പിനും കളർ ആഷ് തന്നെയാ. അപ്പൊ അത് നടപ്പില്ല. ആ ജീപ്പ് ഒന്ന് കണ്ടുപിടിക്കുക എന്താ ഒരു മാർഗം? ഇക്രമോൻ എന്താ പറയുന്നേ? വെള്ള കുതിര. ജീപ്പ് ജീപ്പ് ജീപ്പോ? ആ ജീപ്പ്. ആ ജീപ്പ് കണ്ട എനിക്കറിയാം. ജീപ്പ് ജീപ്പ് എനിക്കറിയാം. എങ്ങനെ പറ ഇക്രമോൻ പറ. പറയാം പറയാം. ഈ കമ്പ് മുറി കൂടട്ടെ. മുറി കൂടി. പറയടാ കുട്ടാ.
പറ മോനെ, നമുക്ക് കള്ളനെ പിടിക്കണ്ടേ? നല്ല കുട്ടനല്ലേ ഇക്രമോൻ, പറ. പറയടാ കുട്ടാ. ആ ജീപ്പിന്റെ മുന്നിലെ ഒരു കുതിര ഉണ്ടായിരുന്നു. കുതിരയോ? എന്ത് കുതിര? വെള്ള കുതിര. അതിനെ ഞാൻ പിടിച്ചോണ്ടിരുന്നപ്പല്ലേ ചേട്ടൻ എന്നെ വഴക്കുറഞ്ഞത്. ഇതല്ല, ഇതില വെള്ളക്കുതിരൊന്നുമില്ല. அந்த பசங்களுக்கு சந்தேகம் குதிரை வச்ச ஜீப்பை தேடுறாங்கன்னு தோணுது. போலீஸ்காரன் வீட்டு பசங்க, அவங்க கண்ணில் நம்ம படக்கூடாது. ஜாக்கிரதை. வேன், அம்பாசடர், ஹோண்டா, மெட்டடோர், அம்பாசடர். தாண்டா ஒரு ஜீப். வாடா. കുതിര ഇല്ല. പോടാ വരിക. എന്റെ അമ്മോ, മടുത്തു. ആ ജീപ്പ് ഇവിടെ കൊള്ളാല്ലെന്നാ തോന്നുന്നേ. കള്ളന്മാരെ പിടിക്കാന്ന് പറഞ്ഞാ അത്ര എളുപ്പമുള്ള പണിയൊന്നുമല്ലടാ. മോനെ, ഐസ്ക്രീം. ആ ഫാൻ ഇപ്പൊ ഇങ്ങോട്ട് വരണം. അവന്മാരെ ഇടിച്ച് ചെരുപ്പെടുത്തി കളയും. ആളെ കൈ കിട്ടിയാലേ ഫാൻ ഇടിക്കൂ. ആളെ കണ്ടുപിടിക്കാൻ മാൻഡ്രക്കാൻ എടുക്കാൻ. ഓ പിന്നെ ചോപ്പോടുള്ള സുൽത്താനെ കണ്ടുപിടിച്ചാരാ? ഫാൻഡം. ഒറ്റ ഇടി സുൽത്താന്റെ മോന്റെ നിറയെ തലയോട്ടി. അത് ശരിയാ, പക്ഷെ ഫാൻഡത്തിന് ബുദ്ധിയില്ല. ബുദ്ധി മാൻഡ്രക്കിനാ. ഇന്റർനെറ്റിലെ തലവനാരാ? മാൻഡ്രക്ക. ഓ, അത് പള്ളി പറഞ്ഞാ മതി. ഓജോയാ. കുതിര. ശങ്കു, അത് തന്നെ ജീപ്പ്. പോടു, വാ. വാ. എന്താ? Take your seat. വാ. അതാ അവനവിടെ ഇരിപ്പുണ്ട്. നമുക്ക് തിരിച്ചു പോവാം. പോയി മുത്തശ്ശനെ വിളിച്ചോണ്ടരാ. അങ്ങനെ അങ്ങ് പേടിച്ചാലോ? ഞാനില്ലടാ. നാണം ഇല്ലാതെ എല്ലാവരുടെയും കിരീടം മോഷ്ടിച്ചെന്ന് പോയിട്ട് അതൊക്കെ പറ.
തിന്നട്ടെ തിന്നട്ടെ, ഇന്ന് എന്ത് വേണമെങ്കിലും തിന്നട്ടെ. നാളെ തുടങ്ങി ഗോമുട്ട തിന്നാനുള്ളതല്ലേ. എനിക്ക് വിശക്കുന്നു. എനിക്ക് വിശക്കുന്നു. നിന്റെ കാശുണ്ടോ? പിന്നെ 20 rupees. എന്ത് വേണമെങ്കിലും കഴിച്ചോ. Order please. ഓർഡറോ? എന്ത് ഓർഡർ? ചോറുതാ. We want meals. Which type meals you want? We want Chicken fry, masala dosa, tandoori chicken, fried rice, chicken, fried rice, parota, chapati, fish fry, chicken soup, fried rice. അയ്യോ എന്നെ ഒന്ന് വിടൂ. ഞാൻ വീട്ടിൽ പോയി എടുത്തോണ്ടിരാലോ. എന്റെ വീട് ഇവിടെ അടുത്താണ്. ഞാൻ സൈക്കിളിൽ പോയി എടുത്തോണ്ടിരാന്ന്. അയ്യോ ഇത്രയും കാശാവുന്ന ഞാൻ വിചാരിച്ചില്ല. അറിയാൻ പറ്റുന്നല്ലേ. ശരി, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ, ഞാൻ വീട്ടിൽ പോയി എടുത്തോണ്ടിരാന്ന് കാശ്. അയ്യോ അറിയാൻ പറ്റുന്നല്ലേ. ഞാൻ സൈക്കിളിൽ പോയി എടുത്തോണ്ടിരാന്ന്. എന്റെ വീട് ഇവിടെ അടുത്താണ്. നിങ്ങൾക്ക് പറഞ്ഞിരുന്നാലും മനസ്സിലാവില്ലേ. ഞാൻ വീട്ടിൽ പോയി എടുത്തോണ്ടിരാം. എന്റെ വീട് ഇവിടെ അടുത്താണെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ. എന്താ ഒരു ബഹളം? ബില്ല് കൊടുത്തപ്പോ കൈ പൈസ ഇല്ല. കുട്ടി ഏതാ? എവിടെയുള്ള? വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിട്ട് വിട്ടാ മതി. എന്താ ഇത്? പാവം പയ്യൻ. എന്തിനാ ഇത്ര വലിയ ഹോട്ടലിലൊക്കെ കാശില്ലാതെ ഒറ്റയ്ക്ക് വന്നത്? ഒറ്റയ്ക്കല്ല. ഓ അത് ശരി, ഒറ്റയ്ക്കല്ല, കുറെ പേരുമായിട്ടാ. നീ വന്നേ. സാരമില്ല, ബില്ല് ഞാൻ പേ ചെയ്തേക്കാം. വന്നേ, വാ വരാൻ. എങ്ങോട്ടാ? കൊള്ളസംഘത്തിലേക്കാ? കൊള്ളസംഘം? അല്ല ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്തിനാ എന്റെ പിന്നാലെ വന്നത്? നിങ്ങൾ കളഞ്ഞല്ലേ മ്യൂസിയത്തിലെ കിരീടം മോഷ്ടിച്ചത്? നിങ്ങളല്ലേ? മ്യൂസിയത്തിലെ കിരീടം? ഞങ്ങൾ കണ്ടല്ലേ. അന്നൊരു വെള്ളക്കുതിരയുള്ള ജീപ്പിൽ വന്നല്ലേ നിങ്ങൾ അത് മോഷ്ടിച്ചത്? വെള്ളക്കുതിരയുള്ള ജീപ്പോ? എന്റെ ജീപ്പിലെ കുതിരയല്ലല്ലോ, കാളയാണ്. ശരി, കള്ളനല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആരാ? ഇതുവരെ മനസ്സിലായില്ല? മനസ്സിലായി, അതല്ലേ പറഞ്ഞത് നിങ്ങൾ കള്ളനാണെന്ന്. നിങ്ങള് സിനിമ കാണാറില്ലേ? ഉണ്ടല്ലോ, അതല്ലേ കള്ളനാണെന്ന് പറഞ്ഞത്. അസൽ കള്ളലക്ഷണം. ഞാൻ കള്ളനൊന്നും അല്ല, അത്യാവശ്യം സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഒരാളാ. പേര് മോഹൻലാൽ. യോ എഴുതേ ഞാൻ കാണിച്ചു തരാം, കണ്ടോ? ഇപ്പൊ മനസ്സിലായോ? ശരി, ഞാൻ പോട്ടെ. അപ്പൊ പിന്നെ ശംഖുമുഖത്ത് ജീപ്പ് നിർത്തിയതിനാ ഞങ്ങളെ കണ്ട് പേടിച്ച്? നിങ്ങളെ കണ്ട് പേടിച്ചൊന്നുമല്ല, ഞാൻ എന്റെ ഫ്രണ്ട് ഡയറക്ടർ പ്രിയദർശനെ കണ്ട് നിർത്തിയതാ. എന്തൊക്കെയായാലും കണ്ടു. ഒരു ഓട്ടോഗ്രാഫ് വരെ സൗകര്യം ഉണ്ടോ? തരാം, വാ. നിന്നെ നീ ആരാടാ? ജെയിംസ് ബോണ്ടോ? നീ എന്നെ ആദ്യമായി കണ്ടിട്ട് കള്ളാന്നല്ലടാ വിളിച്ചത്. നിനക്ക് ഞാൻ തരാം. ഓടിക്കോ.
ഈ പിള്ളേർക്കൊക്കെ എന്ത് പറ്റി? ഒരു ഓട്ടോഗ്രാഫ് തരുമോ? ഓടാ.